വയനാട് മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ മൃതദേഹം സംസ്കരിച്ചു. അറുമുഖനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തുകയോ മയക്കുവെടിവെച്ച് പിടികൂടുകയോ ചെയ്യാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. ദൌത്യത്തിനായി 2 കുങ്കിയാനകളെ മുത്തങ്ങയിൽ നിന്നെത്തിച്ചു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് പൂളക്കുന്ന് ഉന്നതിക്ക് സമീപത്ത് വെച്ച് അറുമുഖനെ കാട്ടാന കൊലപ്പെടുത്തിയത്. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തു. ഇത്രയും വലിയ ഡിവിഷൻ കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഫോഴ്സ് ഇപ്പൊ നിലവിൽ ഫോറസ്റ്റിലില്ല. അത് ചെയ്താൽ തന്നെ പകുതി പ്രശ്നം തീരും. പിന്നെ ഇതേപോലെ നമുക്ക് തന്ന വാക്ക് ഇനി ഇത് ആവർത്തിക്കരുത്. ഇനി അടുത്ത ആള് മരിക്കുമ്പോൾ ഇതേപോലെ വാഗ്ദാനം തന്നു പോകാൻ ഇടവരരുത്. അറുമുഖനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ നിർദ്ദേശം നൽകിയതായി വനം വകുപ്പ് മന്ത്രി അറിയിച്ചു. കുങ്കിയാനകളെ ഉപയോഗിച്ച് കാടുകയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടാൽ മയക്കുവെടിവെക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതായി ഡിഎഫ്ഒയും അറിയിച്ചു. സാധ്യമായ രീതിയിലുള്ള തന്നെ ഈ ആനയെ ഇവിടുന്ന് തുരത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ ഫലവത്തായില്ലെങ്കിലാണ് നമ്മൾ ഈ ആനയെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് മയക്കുവെടി വെക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാം. കുടുംബത്തിന് വനം വകുപ്പ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയിലെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ഇന്ന് കൈമാറി. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് സുരക്ഷയൊരുക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 10 വർഷത്തിനിടെ മേപ്പാടി പഞ്ചായത്തിൽ മാത്രം 8 പേർ കൊല്ലപ്പെട്ടതായും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ 1 വയനാട്.